കർണാടകയിലെ അധികാര തർക്കത്തിനിടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ അടിയന്തര യോഗം ഇന്ന് ചേരുകയാണ്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് സിദ്ധരാമയ്യ പക്ഷത്തിൻ്റെ ആവശ്യം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ, പറയൂ. SKN ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ നടക്കുന്ന തർക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നതിനിടെയാണ് ഇന്ന് KPCC ഭാരവാഹികളുടെ അടിയന്തര യോഗം DK ശിവകുമാർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ യോഗം ചേരുക. നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. നേതാക്കൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണം. അതായത് ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. DK വിഭാഗം, അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ പക്ഷവും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും ഉണ്ടായി. അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ തുടർന്നാൽ സംസ്ഥാനത്ത് അത് പാർട്ടിക്കും സർക്കാരിനും ഗുണകരമാകില്ല. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. ആ രീതിയിലുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതേ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരമായി KPCC ഭാരവാഹികളുടെ യോഗം നിലവിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധരാമയ്യ പക്ഷം ഈ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യം ഇതിൽ നേതാക്കൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന കാര്യം നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. നിലവിൽ ഹൈക്കമാൻഡ് മറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിൽ പോലും ഈ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഈ മന്ത്രിമാർ ഈ സിദ്ധരാമയ്യ വിഭാഗം പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം വിഷയങ്ങളെല്ലാം ഇന്ന് ഈ KPCC ഭാരവാഹികളുടെ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് DK ശിവകുമാർ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.